അപ്പൊ നമ്മൾ നേരത്തെ ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് ഫീൽഡിനെ വെച്ചിട്ട്. ഓക്കെ, അതെന്തായിരുന്നു? ഡ്രിഫ്റ്റ് വെലോസിറ്റി വെച്ചിട്ട് നമ്മൾ പഠിച്ചിരുന്നത്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇവിടെ ഇലക്ട്രോൺസും വന്നെന്ന് വെച്ചാല് ഈ ഒരു ഏരിയയിൽ ലീനിയർ ആയിരിക്കും, പിന്നെ സബ് ലീനിയർ ആയിരിക്കും, പിന്നെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇങ്ങനെ 3 ഏരിയ നമ്മൾ നേരത്തെ പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നോക്കണമെന്ന് വെച്ചാല് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഇ ആണ്, ഇലക്ട്രിക് ഫീൽഡ് ആണ് അല്ലേ? അപ്പൊ നമ്മളിവിടെ എന്താണ് നോക്കാൻ പോണത്? വേരിയേഷൻ ഓഫ് മ്യൂ വേഴ്സസ് ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോണത്. ഓക്കെ, ഇവിടെ എന്താണ് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഇ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഗ്രാഫും പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റത്തെ കേസ് നോക്കാം. ഫസ്റ്റത്തെ സെക്ഷനിൽ എന്താണ് ഉണ്ടാവുന്നത്? ഫസ്റ്റത്തെ സെക്ഷനിൽ ലീനിയർ ആണ്. ഈ ഒരു ഏരിയയിൽ എന്താണ്? ലീനിയർ ആണ്. അപ്പൊ ഫസ്റ്റ് കേസ് നോക്കുമ്പോൾ അവിടെ എന്താണ്? ലീനിയർ ആണ് പോയിട്ടുള്ളത്. അപ്പോ ലീനിയർ എന്ന് പറഞ്ഞെന്ന് വെച്ചാല് നമ്മുടെ ഇക്വേഷൻ എന്താ? വി ഡി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഇ അല്ലേ? അപ്പോ ഇവിടെ ലീനിയർ എന്ന് പറയുമ്പോൾ വി ഡി കൂടുന്നതനുസരിച്ച് ഇ കൂടണം, വി ഡി കുറയുന്നതനുസരിച്ച് ഇ കുറയണം. അപ്പൊ നമുക്ക് അവിടെ ഫസ്റ്റ് കേസ് വി ഡി ലീനിയർ ആണ്. ലീനിയർ ഏരിയയിൽ എന്തുണ്ടാവണം? വി ഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ എന്ന് നമുക്ക് എഴുതാം. ബിക്കോസ് മ്യൂ അവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലെ? ആ ഒരു ഏരിയയില് മ്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഈ ലീനിയർ എന്ന് പറഞ്ഞ ഈ ഏരിയയില് മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ അല്ലേ? അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാല് സബ് ലീനിയർ ആണ്. അടുത്ത ഏരിയ സബ് ലീനിയർ ആണ്. ഈ ഒരു ഏരിയയിൽ എന്താ നടക്കുന്നത്? നമ്മുടെ ഈ ഇക്വേഷൻ വെച്ചിട്ട് വി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റി പതുക്കെ കൂടുന്നുള്ളൂ, ഇലക്ട്രിക് ഫീൽഡ് പെട്ടെന്ന് കൂടുന്നുണ്ട്, പക്ഷേ വി ഡി പതുക്കെ കൂടുന്നുള്ളൂ എന്ന് വെച്ചെന്ന് വെച്ചാല് മ്യൂവിന്റെ വാല്യൂ അവിടെ എന്തായിരിക്കും? ഈ ഈര വാല്യൂ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്, ഇതിന്റെ വാല്യൂ കുറച്ച് പതുക്കെ കൂടുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഇത് ഈക്വൽ ആവണമെങ്കിൽ അപ്പൊ മ്യൂവിന്റെ വാല്യൂ എന്തായിരിക്കും? ഈര വാല്യൂ കൂടുന്നതനുസരിച്ച് മ്യൂവിന്റെ വാല്യൂ കുറയല്ല വേണ്ടേ? അപ്പൊ സബ് ലീനിയർ ഇതിൽ എന്താണ് ഉണ്ടാവുന്നത്? വി ഡി എന്ന് പറഞ്ഞാല് സ്ലോലി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്താ ചെയ്യണത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഫാസ്റ്റ്ലി ഇൻക്രീസ് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാല് ഫാസ്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോ ഈ പറഞ്ഞ ഇക്വേഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മ്യൂവിന്റെ വാല്യൂ എന്ത് ചെയ്യണം? കുറയണം. ഇതിന്റെ വാല്യൂ വി ഡി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഇ എന്ന് പറഞ്ഞ ഇക്വേഷൻ വരണമെങ്കിൽ ഇയുടെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടുന്നു, വിയുടെ വാല്യൂ പതുക്കെ കൂടുന്നുള്ളൂ എന്ന് വെച്ചാല് അതിനനുസരിച്ച് മ്യൂവിന്റെ വാല്യൂ എന്ത് ചെയ്യണം? കുറയണം. ഇതാണ് നമ്മുടെ ഇവിടെ സിറ്റുവേഷൻ വന്നേക്കുന്നത്. നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ ആണ്. സാച്ചുറേഷനിൽ എന്തുണ്ടാവണം? സാച്ചുറേഷൻ 3 കണ്ടീഷനാണ്: ലീനിയർ, സബ് ലീനിയർ, സാച്ചുറേഷൻ. ഇവിടെ എന്താണ് നടക്കണം? ഇവിടെ എന്താണ്? വി ഡിയുടെ വാല്യൂ എന്താണ്? വി ഡി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. വി ഡിയുടെ വാല്യൂ ഇത് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടാണ് പോണത്. അപ്പൊ വി ഡി കോൺസ്റ്റന്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെയോ ഭയങ്കര ഫാസ്റ്റ്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫാസ്റ്റ്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വി ഡിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആക്കി അവിടെ നിർത്തണമെങ്കിൽ ഇയുടെ വാല്യൂ എത്രത്തോളം ഫാസ്റ്റിലാണോ കൂടിക്കൊണ്ടിരിക്കണേ അത്ര ഫാസ്റ്റിൽ തന്നെ മ്യൂവിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഇവിടെ മ്യൂ ഡിക്രീസ് ഫാസ്റ്റ്ലി. കണ്ടീഷൻ മനസ്സിലായില്ലേ? നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് വി ഡി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള കേസ് എടുത്തിട്ട് നമ്മൾ വേരിയേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കേസ് എന്തിട്ടാണ്? ലീനിയർ ആണെങ്കിൽ അവിടെ മ്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. സബ് ലീനിയർ ഏരിയയില് എന്താണ്? മ്യൂവിന്റെ വാല്യൂ പതുക്കെ കുറയും.
പിന്നെ ഉള്ളത് സാച്ചുറേഷൻ ആണ്. സാച്ചുറേഷനിൽ എന്ത് ചെയ്യും? ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മ്യൂവിന്റെ വാല്യൂ കുറയും. അപ്പൊ ഇങ്ങനെ വന്നു എന്ന് വെച്ചാൽ നമുക്ക് ഇതെങ്ങനെ വരയ്ക്കാം? ഞാൻ ഈ സെയിം ഗ്രാഫ് ഇവിടെ വരയ്ക്കാണ്. ഈ എഴുതിയതാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോണേ. അപ്പൊ ഇവിടെ എന്തൊക്കെയാ വന്നിക്കണത്? നമ്മുടെ മൊബിലിറ്റി ഇവിടെ വന്നിട്ടുണ്ട്, ഇതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 3 ഏരിയ ആണ് ഉള്ളത് അല്ലെ? 3 ഏരിയ ഏതൊക്കെയാണ്? ഒരെണ്ണം ഇത് ലീനിയർ, പിന്നെ ഏതാണ്? സബ് ലീനിയർ, പിന്നെ ഉള്ളത് സാച്ചുറേഷൻ. അങ്ങനെ 3 റീജിയൻ ആണ് വന്നേക്കുന്നത്. ഈ 3 റീജിയനിക്ക് വരുമ്പോ ഫസ്റ്റ് കേസ് എന്താ? ലീനിയർ റീജിയനിൽ മ്യൂവിന്റെ വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മളത് കോൺസ്റ്റന്റ് ആയിട്ട് വരച്ചു. നെക്സ്റ്റ് സബ് ലീനിയർ റീജിയനില് മ്യൂ കുറയുന്നുണ്ട്, പക്ഷെ ചെറിയ തോതിൽ കുറയണുള്ളൂ. അപ്പൊ ആ ചെറിയ തോതിൽ കുറയുന്നത് ഇങ്ങനെ വരച്ചു വെച്ചു. നെക്സ്റ്റ് എന്താണ്? മ്യൂവിന്റെ വാല്യൂ സാച്ചുറേഷൻ റീജിയനില് മ്യൂവിന്റെ വാല്യൂ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ ഫാസ്റ്റ് ആയിട്ട് അങ്ങോട്ട് കുറച്ചു വെച്ചു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മൊബിലിറ്റി ആൻഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഗ്രാഫ് വരുന്നുണ്ടാവുക. ഓക്കെ, അതായത് ലീനിയർ റീജിയനിൽ എന്തായിരിക്കും? മ്യൂവിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. സബ് ലീനിയർ റീജിയനില് മ്യൂവിന്റെ വാല്യൂ കുറയാണ്, പക്ഷെ ചെറിയ തോതിലേ കുറയുന്നുള്ളൂ. സാച്ചുറേഷൻ റീജിയനിൽ വരുമ്പോ മ്യൂവിന്റെ വാല്യൂ വളരെ ഫാസ്റ്റ് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് അതിന്റെ പിന്നിലുള്ള കൺസെപ്റ്റ് വരുന്നത്. ക്ലിയർ അല്ലേ? പറഞ്ഞത് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ആരെങ്കിലും ഒക്കെ ഒന്ന് റിപ്ലൈ തരൂ. ഇനി ഇതേപോലെ തന്നെ ഞാൻ അടുത്തത് കുറച്ച് ടേംസ് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇക്വേഷൻസ് അങ്ങോട്ട് എഴുതി പോവാണ്. നമുക്ക് ആ ഇക്വേഷൻസ് മൊത്തം പഠിച്ചു വെക്കണം. നമുക്ക് ബാക്കി കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നമ്മൾ ഡിവൈസസിലേക്ക് കടന്നിട്ടില്ല, ഇനി കടക്കും. അപ്പോ നമുക്ക് ഇതൊക്കെ ആവശ്യം വരും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയാലേ നമുക്ക് ബാക്കിയുള്ളത് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുള്ളൂ. അത് കാരണമാണ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് പോകുന്നത്.